എനിക്ക് അത്യാവശ്യം തടിയുണ്ട്. തടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്ന് വരെ ഒരു ബോറായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ എന്തിനാ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, അതാണ് പ്രധാനം. നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ ഭക്ഷണത്തിൽ കുഞ്ഞു കുഞ്ഞു നല്ല മാറ്റങ്ങളൊക്കെ വരുത്തുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും അത് ഗുണം ചെയ്യൂലേ. അത്തരത്തിൽ രാത്രി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി മുത്താറി സൂപ്പിന്റെ റെസിപ്പിയാണ് ഇന്ന്. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറിന് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ഉപയോഗിച്ചാൽ അതത്ര ഹെൽത്തി ആയിരിക്കില്ല. ഇനി ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പട്ട ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പട്ടേൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിലോ പട്ട ഒഴിവാക്കി കളയാൻ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പട്ട ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വെല്ലുള്ളിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു 2-3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എന്തായാലും നിങ്ങൾ ക്യാരറ്റ് ഇടണം. ഞാൻ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇവിടെ ക്യാരറ്റ് ഇല്ല എന്നുള്ള സത്യം മനസ്സിലായേ. പിന്നെ വെച്ച കാല് ബേക്കോട്ട് വെക്കാത്തതുകൊണ്ട് ക്യാരറ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ക്യാരറ്റ് ഇടണം. പിന്നെ ഒരു സ്വീറ്റ് കോണിൻ്റെ ഒരു കാൽ ഭാഗം കൂടെ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുത്താറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മുത്താറിയിൽ കാൽഷ്യം, ഫൈബർ, ഇരുമ്പ്, മഗ്നീഷ്യം ഇങ്ങനത്തെ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ പല്ലിൻ്റെ എല്ലിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാൽഷ്യം മുത്താറിയിലുണ്ട്. പിന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചാൽ വയറ് നല്ല പോലെ നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ഇതിപ്പോൾ 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രാത്രിയിൽ സൂപ്പ് കഴിക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കധികം ഹെവി ഫുഡൊന്നും വേണ്ട. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. അല്ലെങ്കിൽ മസാലയോ ഓയിലോ ഒന്നും അധികം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഏറ്റവും നല്ലത് സൂപ്പ് കഴിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുമ്പോൾ നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെക്കണേ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടീൻ്റെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കുരുമുളക് പൊടി എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കണേ. ഇനി ഇതവിടെ നിൽക്കട്ടെ. ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുത്താറി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 2 സ്പൂൺ മുത്താറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. രാത്രി സൂപ്പ് കഴിക്കുന്നത് ഹെൽത്തിയാന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ സൂപ്പാണെങ്കിലും ഇനിയിപ്പോൾ ഏത് ഭക്ഷണമാണെങ്കിലും ചപ്പാത്തിയോ ചോറോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ലേറ്റ് ആയിട്ട് കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏത് ഭക്ഷണമായാലും രാത്രി നേരത്തെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 7:30-8 മണിക്കുള്ളിൽ കഴിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് പണ്ട് കാലം തൊട്ടേ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ച മുത്താറിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ട് വന്നോളും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുത്താറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ സൂപ്പ് നല്ലപോലെ ഒന്ന് കുറുകി വരും. ഈ സൂപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടി കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം. അതായത് ഇപ്പോൾ കട്ടി കുറവാണെങ്കിൽ കുറച്ചും കൂടെ മുത്താറി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ അതേപോലെ എടുക്കാം. മുത്താറി സൂപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ പിന്നെ ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ ഒരു സൂപ്പ്. പിന്നെ ഉറപ്പാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഈ സൂപ്പ് എല്ലാ ദിവസവും ചോറിന് പകരം കഴിക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇങ്ങനെയുള്ള ഹെൽത്തി ഓപ്ഷനുകൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലൊരു ശീലമാണ്. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് വെള്ളമല്ല. ഇങ്ങനെയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയനോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കി കളയാം. രണ്ടായാലും പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ സൂപ്പ് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണേ. കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്താൽ ഒരുപാട് നല്ലതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതശൈലിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.